ഹലോ ഫ്രണ്ട്സ്, ഇന്ന് രാവിലെ അടിപൊളി മഴയായിരുന്നു കേട്ടോ. ഞാൻ ചായ കുടിക്കാൻ പോയപ്പോഴായിരുന്നു അടിപൊളി മഴ. പിന്നെ മഴയത്തൊക്കെ നിന്ന് നനഞ്ഞ് നേരെ റൂമിൽ പോയി. അപ്പം ഇപ്പം ഞങ്ങൾ ഇന്നത്തെ കണ്ടന്റ് മീൻ കച്ചവടം. ഞങ്ങൾ മീൻ കച്ചവടം got the best caramine and chambali straight from the boat. Oh, morning to evening, this is my life, you know. But deep inside my heart, a melody wants to flow. So I sing my own song here by the... ee meen onnum vittu ponillalo. ഇന്നത്തെ ദിവസം കഷ്ടമായി, വലിയ മീനുകൾ കുറച്ചേ ഉള്ളൂ. ചെറുമീനാരും ചോദിക്കുന്നില്ല, കയ്യിലെ കാശ് തീരാറായി. നാളെന്തു ചെയ്യുമെന്നോർത്തിട്ട് കാശ് മുതലാളി പറഞ്ഞില്ലയോ അന്നത്തെ വീഡിയോ കണ്ടില്ല നമ്മള്? കാശ് മുതലാളി, ഗോൾഡ് മുതലാളി, പുള്ളി മീൻ കച്ചവടത്തെ കുറിച്ച് വളരെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുക. മീൻ കച്ചവടം. അപ്പം ഒരു കൊട്ട മീന് പറ, എങ്ങനെ കാര്യങ്ങളൊക്കെ പറ. ഇവിടുന്ന് ഇറങ്ങി ഓടണോ? നിങ്ങൾ പറ, നിങ്ങളെല്ലാവരും മീൻ കച്ചവടം കാര്യം. ഇങ്ങനെ എൻ്റെ അടുത്ത് പറയും മീൻ കച്ചവടം ഉണ്ടാകും ചെയ്യാന്നറിയും. അപ്പോൾ അതായത് നമ്മൾ കടപ്പുറത്തൊന്ന് ഒരു കൊട്ട മീൻ എടുക്കുക, ഒന്നല്ല 3 ബോക്സ് മീൻ, 3 or 4 ബോക്സ് മീൻ എടുത്ത് ഒരു പെട്ടി വണ്ടി എടുക്കുക. നമ്മൾ ലേലം വിളിച്ച് മീൻ എടുക്കുക. എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ പല ആൾക്കാർക്കായിട്ട് നമ്മൾ സെയിൽ ചെയ്യുക. നല്ല കാശാന്ന് പറഞ്ഞേക്കുന്നത്. ഇപ്പം പുള്ളി പറഞ്ഞ് ചെയ്യാൻ നാണക്കേട് ഉണ്ടെങ്കിൽ നമ്മൾ പകരം ആളെ വെച്ചാൽ മീൻ നമ്മൾ ലേലം പിടിച്ചെടുക്കണമെന്ന് പറഞ്ഞു. അതാണ്. അപ്പം പുള്ളിക്കാരൻ വലിയൊരു കാശുകാരനാണ്. അപ്പം പുള്ളിയൊക്കെ അങ്ങനെ ഇറങ്ങിയ പുള്ളി ബിസിനസ് മാനിലാണ് പറയുന്നത് പുള്ളി. അതെ, എങ്ങനെയാലും പൈസ ഉണ്ടാക്കാം പല രീതിയിൽ. ഓക്കെ, അപ്പം മീൻ കച്ചവടം 2 വാക്ക് പറ. ഞാൻ പറഞ്ഞു വീഡിയോ എടുക്കാം. പിന്നെ പറഞ്ഞില്ലേ മീൻ കച്ചവടം നിങ്ങൾ പറ. എൻ്റെ അടുത്ത് ഒരു കാര്യം പറയാൻ പറ്റൂല കേട്ടാ, സത്യം പറയാല്ല. വേണ്ട, ഇത് രഹസ്യമാക്കി വെച്ചാൽ പുള്ളി എന്തോ രഹസ്യമാക്കി ഞാൻ പബ്ലിക് ആക്കിയെന്നാണ് പുള്ളി പറയുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ മീൻ കച്ചവടം നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ദുബായിൽ ഒരു ബ്രാഞ്ച് തുടങ്ങാനുള്ള പ്ലാൻ പുള്ളിക്കുണ്ട്. ദുബായിൽ കുറച്ച് നേരം പ്ലാൻ ചെയ്തിട്ടുണ്ട് പുള്ളി. ദുബായിൽ ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ടേ. ഉണ്ടായിരിക്കുന്നുണ്ട്, ചിരിയുണ്ട്. ഇത് നമ്മുടെ ഓഫറാണ്, മദീന. പിന്നെ ഈദിൻ്റെയൊക്കെ ഓഫറൊക്കെ വന്നേക്കെ. ഈ വീഡിയോ വരുമ്പോഴേക്ക് ഇതെല്ലാം കഴിഞ്ഞിട്ട് വരത്തുള്ളൂ. വേറെ കാര്യം, ഇങ്ങനെ വീണ്ടും ഗ്രില്ലാണ്. ഗ്രില്ലിൻ്റെ ഓർമ്മയുണ്ട്, അന്ന് നമ്മൾ ഒരിടത്ത് പോയി ഗ്രില്ലൊക്കെ കഴിച്ച് വേവാത്ത ഗ്രില്ല് കഴിച്ചിട്ട് ഇങ്ങനെ ചീത്തൊക്കെ വിളിച്ചിട്ട് പോയതാ. ഓക്കെ, അപ്പം പുള്ളി ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. നമ്മൾ ആരും ഇങ്ങനെ വഴക്കുണ്ടാക്കാൻ പാടില്ല, ഡിസിപ്ലിൻ നമ്മൾ ഫോളോ ചെയ്യുക. നമ്മളെപ്പോഴും മാന്യമായ ആൾക്കാരോട് സംസാരിക്കുക, ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് ഞാൻ. മാന്യന്മാരായ ആൾക്കാരുടെ സംസാരിക്കണ്ടല്ലോ, മാന്യനില്ലാത്ത ആൾക്കാർ സംസാരിച്ചിട്ട് മാന്യനായ മാനില്ലാത്തവർ നമ്മൾ ആരായാലും മാന്യമായിട്ട് സംസാരിച്ച അവര് ഓക്കെയാണ്, പ്രശ്നമൊന്നുമില്ല. ആരാ മാനി? നമ്മളൊക്കെ മാന്യമാര്. നീയാ? ഇതൊക്കെയാ കുഴപ്പങ്ങൾ വരുന്നത്. ഉറക്കത്തിൽ പോലും ഇല്ലടാ. നമ്മള് ഇപ്പൊ തന്നെ ഇങ്ങേർക്ക് ഞാൻ എത്ര വട്ടം പൈസ കൊടുത്ത് സഹായിച്ചെന്നറിയാം. പൈസ ഒക്കെ വാരി കൊടുത്തോണ്ട് എന്നിട്ട് എന്നെ കളിയാക്കുന്നത്. അതാണ് പറഞ്ഞത്. എന്തോ ഒരു പൈസ ഒക്കെ ചോദിക്കുമ്പോട്ടാ ശിവ ഒരു 100 കട 100 എടുത്ത്. ഇതിന് മുന്നേ മേടിച്ച ഒരു 500 രൂപ കണക്കില്ല. പിന്നെ അതൊക്കെ നമ്മൾ പോട്ടെ, കൂട്ടുകാരുടെ നമ്മളൊക്കെ നമ്മൾ പൈസയല്ല നമുക്ക് മുൻഗണന, സ്നേഹം. അതാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. ഹൈവേ സൈഡില് 1 ഏക്കർ സ്ഥലം മേടിച്ചിട്ട് മുതലാളി പറ, നിങ്ങൾ പറ. എന്നിട്ട് പറഞ്ഞു അത് ഇതൊക്കെ പറഞ്ഞു. അയ്യോ, അപ്പം നമ്മുടെ മുതലാളി മീൻ കച്ചവടമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പം മുതലാളിക്ക് പൈസ ഒരു വിഷയമുള്ള കേസല്ല, പക്ഷെ എനിക്ക് പൈസ വിഷയമാണ്. എന്നാലും മുതലാളി എനിക്ക് കുറച്ച് പൈസ ഒക്കെ തരാണ്ട്, അതെന്ന് കിട്ടുമെന്നൊന്നും പ്രതീക്ഷയില്ല. എന്നാലും ഞാൻ എഴുതി തള്ളി. കാശുകാരൊക്കെ നീ പൈസ മേടിച്ചാൽ തരത്തില്ല, അറിയോ, മനസ്സിലായോ? അപ്പോൾ ഇന്ന് നല്ല മഴയാണ്, വെള്ളമൊക്കെ അവിടെ കെട്ടിക്കിടക്കുക. ഇന്ന് നമ്മൾ പ്രത്യേകിച്ചൊന്നും പോവല്ലേ ഇവിടെ. ഇങ്ങനെ എനിക്കിന്ന് ഗ്രില്ല് മേടിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കൈറാശം ചീത്ത ഗ്രില്ലല്ലേ മേടിച്ചെന്നത്, അപ്പോൾ അതിന് പകരം നല്ലൊരു ഗ്രില്ലിൽ നിന്ന് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഗോൾഡ് മുതലാളി ഒന്നും പറയുന്നില്ല. ഇവിടെയൊക്കെ ദുബായിൽ പുള്ളിപ്പം മീനിൻ്റെ മറ്റൊരു ബ്രാഞ്ച് ഓപ്പൺ ചെയ്യുകയാണ്. അത് ഈ മാസം തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞേക്കുന്നത്. വട്ടാടാ. പിന്നെ
അതിന് നാട്ടിലും പുതിയ ബ്രാഞ്ച് ഓപ്പൺ. നാട്ടിൽ 3 ബ്രാഞ്ച് ഓപ്പൺ. ഒന്ന് കൊല്ലം, തിരുവനന്തപുരം, പിന്നെ കരുനാഗപ്പള്ളി. 3 ബ്രാഞ്ച് ഓപ്പൺ ചെയ്യുന്നത്. അപ്പം ആൾക്കാരൊക്കെ എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ മുതലാളിയായിട്ട് കോൺടാക്ട് ചെയ്യുക. അപ്പം നമ്മളും മീൻ കച്ചവടമൊക്കെ മുന്നോട്ട് പോകാൻ പോവാണ്. നമുക്ക് പറഞ്ഞ അന്തസ്സ് നോക്കി കയറും. പ്രലോഭം അല്ല, നമുക്ക് ക്യാഷ് പൈസ എങ്ങനെ ഉണ്ടാക്കാതെ മുതലാളി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എനിക്ക് മീൻ കച്ചവടം എനിക്കറിയാം. അപ്പം ബൈ. നമ്മളിപ്പം പൊങ്ങ് പോവുകയാണ്. ഇത് പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നും ഇല്ല കേട്ടോ. അപ്പം ഇതൊക്കെ കണ്ടന്റ്. അപ്പം നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം അപ്പം വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം പുതിയതായിട്ട് വരുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോക്ക് നോട്ടിഫിക്കേഷൻ അപ്പം നമ്മളിവിടെ ചെല്ലും നിങ്ങളുടെ ഫോണിലേക്ക് ഉടനെ എത്തിയെത്തും. അപ്പം ബൈ. മീൻ വിറ്റ് കാശാക്കി മാറ്റും ഞാൻ, സ്വന്തമായൊരു ലോകം തീർക്കും ഞാൻ. കടലിന്റെ മണം എന്റെ ജീവനാണ്, കൂടെ ഈ സ്വപ്നവും കൂട്ടുണ്ട്. ഓരോ മീനും ഓരോ പ്രതീക്ഷയാണ്, നാളത്തെ എന്റെ നല്ല കാലമാണ്. വലിയൊരു വീടും നല്ല കാറും വാങ്ങും, അന്നു ഞാൻ ഈ കഥയെല്ലാം ഓർക്കും. മീൻ വിറ്റ് കാശ് അതാണ് എന്റെ ലക്ഷ്യം, മീൻ വിറ്റ് കാശ് അതാണ് എന്റെ ലക്ഷ്യം.